എസ് ഓഫ് ടി എന്നുള്ളത് ഗാമ എന്നുള്ള പാരാമീറ്ററൈസ്ഡ് കർവിൻ്റെ ഗാമ ഓഫ് ടി നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്ക് ലെങ്ത് ആണെങ്കിൽ അതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളത് ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് യു ഡി യു. ദെൻ ഫണ്ടമെൻ്റൽ തിയറം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി. സോ ഗാമ ഓഫ് ടി എന്നുള്ളത് ഒരു മൂവിങ് പോയിൻറ്റിൻ്റെ പൊസിഷൻ അറ്റ് എ ടൈം ടി അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്നുള്ളത് സ്പീഡ് ഓഫ് ദി പോയിൻ്റ് ആയിരിക്കും, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അലോങ് ദി കർവ്. സോ നമുക്കതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ നോക്കാം. ഇഫ് ഗാമ ഫ്രം ഓപ്പൺ ഇൻ്റർവൽ ആൽഫ ബീറ്റ ടു ആർ എൻ ഈസ് എ പാരാമീറ്ററൈസ്ഡ് കർവ്, its speed at the point gamma of t is norm of gamma dot of t, and gamma is said to be unit speed curve if gamma dot of t is a unit vector for all t belongs to open interval alpha comma beta. സോ ഗാമ എന്നുള്ളത് ഓപ്പൺ ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റയിൽ നിന്നും ആർ എന്നിലേക്കുള്ള ഒരു പാരാമീറ്ററൈസ്ഡ് കർവ് ആണെങ്കിൽ ഗാമ ഓഫ് ടി എന്നുള്ള പോയിൻറ്റിലെ അതിൻ്റെ സ്പീഡ് എന്നുള്ളത് നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ആണ്. അതുപോലെ തന്നെ ഗാമ എന്നുള്ളതിനെ ഒരു യൂണിറ്റ് സ്പീഡ് കർവ് എന്ന് പറയണമെങ്കിൽ ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് യൂണിറ്റ് വെക്ടർ ആയിരിക്കണം ഫോർ ഓൾ ടി ബിലോങ്സ് ടു ആൽഫ കോമ ബീറ്റ. അതായത് നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റ. ദെൻ ഗാമ ഇസ് സെഡ് ടു ബി എ യൂണിറ്റ് സ്പീഡ് കർവ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഗാമ എന്നുള്ളത് ഓപ്പൺ ഇൻ്റർവൽ 0 to 2πയിൽ നിന്നും ആർ ടുവിലേക്കുള്ള ഒരു മാപ്പ് ഡിഫൈൻഡ് ബൈ ഗാമ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി കോമ സൈൻ ടി. ദെൻ അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് മൈനസ് സൈൻ ടി കോമ കോസ് ടി. ദെൻ വെലോസിറ്റി വെക്റ്ററിൻ്റെ നോം വരുന്നത് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി, അത് 1 ആണ്. സോ നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 0 to 2π. സോ ഗാമ ഈസ് എ യൂണിറ്റ് സ്പീഡ് കർവ്. എയും ബിയും ആർ എന്നിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക, കോൺസ്റ്റൻറ്റ് വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. എ ഈക്വൽ ടു സം A1 A2 എക്സെട്ര AN, ബി ഈക്വൽ ടു സം B1 B2 എക്സെട്ര BN. ദെൻ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്കറിയാം, എ ഡോട്ട് ബി എന്നുള്ളത് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്നുള്ളത് സമ്മേഷൻ i ഈക്വൽ ടു 1 to n AI BI, അതായത് A1 B1 പ്ലസ് A2 B2 എക്സെട്ര പ്ലസ് AN BN. ദെൻ എയും ബിയും കോൺസ്റ്റൻറ്റ് വെക്റ്റേഴ്സ് എന്നുള്ളതിന് പകരം ഏതെങ്കിലും ഒരു പാരാമീറ്റർ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് എ ഈക്വൽ ടു സം A1 ഓഫ് ടി A2 ഓഫ് ടി എക്സെട്ര N ഓഫ് ടി ടി ബിലോങ്സ് ടു സം ഓപ്പൺ ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റ. അതുപോലെ തന്നെ ബി ഈക്വൽ ടു B1 ഓഫ് ടി B2 ഓഫ് ടി എക്സെട്ര BN ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു ഡി എ ബൈ ഡി ടി ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ഡി ബി ബൈ ഡി ടി. ഡി എ ബൈ ഡി ടി എന്നുള്ളത് വരുന്നത് A1 ഡാഷ് ഓഫ് ടി കോമ A2 ഡാഷ് ഓഫ് ടി കോമ എക്സെട്ര AN ഡാഷ് ഓഫ് ടി. അതുപോലെ ഡി ബി ബൈ ഡി ടി എന്നുള്ളതും ആർ എന്നിലൊരു വെക്ടർ തന്നെയാണ്, ഡി ബി 1 ബൈ ഡി ടി കോമ ഡി ബി 2 ബൈ ഡി ടി എക്സെട്ര ഡി ബി എൻ ബൈ ഡി ടി. ഈ ഒരു ഫോർമുല താഴെ പറയുന്ന റിസൾട്ടിൽ നിന്നും ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്നതാണ്. എ ഡോട്ട് ബി എന്നുള്ളത് വരുന്നത് A1 ഓഫ് ടി ഇൻറ്റു B1 ഓഫ് ടി പ്ലസ് A2 ഓഫ് ടി ഇൻറ്റു B2 ഓഫ് ടി പ്ലസ് എക്സെട്ര പ്ലസ് AN ഓഫ് ടി ഇൻറ്റു BN ഓഫ് ടി. എ ഐയും ബി ഐയും ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എ ഐ ഇൻറ്റു ബി ഐ ഈക്വൽ ടു ഡി എ ഐ ബൈ ഡി ടി ഇൻറ്റു ബി ഐ പ്ലസ് എ ഐ ഇൻറ്റു ഡി ബി ഐ ബൈ ഡി ടി പ്രൊഡക്റ്റ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതിൽ നിന്നും നമുക്ക് കിട്ടും ഡി ബൈ ഡി ടി ഓഫ് എ ഡോട്ട് ബി ഈക്വൽ ടു ഡി എ ബൈ ഡി ടി ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ഡി ബി ബൈ ഡി ടി. ഈസി റിസൾട്ടാണ്, നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. ദെൻ പ്രൊപ്പോസിഷൻ 1.2.4 ലെറ്റ് n of t be a unit vector that is a smooth function of parameter t, then the dot product n dot t dot n of t equal to 0 for all t, that is n dot t is 0 or perpendicular to n of t for all t. In particular, if gamma is a unit speed curve, then gamma double dot is 0 or perpendicular to gamma dot. So n of t എന്നുള്ളത് ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ് പാരാമീറ്റർ ടിയുടെ, അതുപോലെ തന്നെ അതൊരു യൂണിറ്റ് വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ n dot t dot n of t ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ n dot t എന്നുള്ളത് 0 വെക്ടർ ആയിരിക്കണം, അതല്ലെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതാണ് അവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ റിസൾട്ടാണ് ഗാമ എന്നുള്ള യൂണിറ്റ് സ്പീഡ് കർവ് ആണെങ്കിൽ അതൊരു സ്മൂത്ത് ഫംഗ്ഷനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ പാരാമീറ്ററൈസ്ഡ് കർവ്സും ഇനി കൺസിഡർ ചെയ്യുന്നതെല്ലാം സ്മൂത്താണ്. സോ ഈ ഒരു റിസൾട്ടിൽ എന്നിന് പകരം ഗാമ ഡോട്ട് എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാർട്ടിൻ്റെ പ്രൂഫ് കിട്ടും. സോ നമുക്ക് ആദ്യത്തെ പാർട്ടിൻ്റെ പ്രൂഫ് നോക്കാം. എൻ ഓഫ് ടി എന്നുള്ള യൂണിറ്റ് വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ നോം 1 ആയിരിക്കും. സോ നോം ഓഫ് എൻ ഓഫ് ടി ഈക്വൽ ടു 1. സോ അതിൻ്റെ സ്ക്വയറും 1 തന്നെ ആയിരിക്കും. നോം ഓഫ് എൻ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 1.
നോം ഓഫ് എൻ ഓഫ് ടി സ്ക്വയർ എന്നുള്ളത് എൻ ഓഫ് ടി ഡോട്ട് എൻ ഓഫ് ടി ആണ്. സോ എൻ ഓഫ് ടി ഡോട്ട് എൻ ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി. ദെൻ ആ ഒരു ഇക്വേഷനെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ എൻ ഡോട്ട് ടി ഡോട്ട് എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് ടി ഡോട്ട് എൻ ഡോട്ട് ടി ഈക്വൽ ടു 0. റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആണ് ഫോർ ഓൾ ടി. സോ 2 ഇൻറ്റു എൻ ഡോട്ട് ടി ഡോട്ട് എൻ ഓഫ് ടി ഈക്വൽ ടു 0. സോ എൻ ഡോട്ട് ടി ഡോട്ട് എൻ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി. സോ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എൻ ഡോട്ട് ടി ഈക്വൽ ടു 0 ആയിരിക്കണം, അതല്ലെങ്കിൽ എൻ ഡോട്ട് എന്നുള്ളത് എന്നിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ദെൻ ഈ ഒരു റിസൾട്ടിൽ എന്നിന് പകരം ഗാമ ഡോട്ട് എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഗാമ എന്നുള്ള യൂണിറ്റ് സ്പീഡ് കർവ് ആണ്. സോ നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി. സോ അതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്നിന് പകരം ഗാമ ഡോട്ട് എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി ഡോട്ട് ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എന്ന് കിട്ടും. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഗാമ ഡബിൾ ഡോട്ട് എന്നുള്ളത് 0 ആയിരിക്കണം, അതല്ലെങ്കിൽ ഗാമ ഡബിൾ ഡോട്ട് ഗാമ ഡോട്ടിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ അതാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദി 2 points ആൻഡ് ഗാമ ബി ദി കർവ് പാസിംഗ് ത്രൂ ബോത്ത്. സേ ഗാമ ഓഫ് എ ഈക്വൽ ടു പി, ഗാമ ഓഫ് ബി ഈക്വൽ ടു ക്യൂ വേർ എ ലെസ് ദാൻ ബി. ഷോ ദാറ്റ് ഇഫ് യു ഈസ് എനി യൂണിറ്റ് വെക്റ്റർ then gamma dot dot u less than or equal to norm of gamma dot, and deduce that q minus b dot u less than or equal to interrelate to b norm of gamma dot of t dt. പിയും ക്യൂവും ആറിലുള്ള 2 പോയിൻറ്റ്സ് ഗാമ എന്നുള്ള എനി കർവ് പാസിംഗ് ത്രൂ ബോത്ത് പി ആൻഡ് ക്യൂ. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈനിലെ പോയിൻറ്റ്സ് എയും ബിയും ആണെന്ന് വിചാരിക്കുക. അതായത് ഗാമ ഓഫ് എ ഈക്വൽ ടു പി, അതുപോലെ ഗാമ ഓഫ് ബി ഈക്വൽ ടു ക്യൂ വേർ എ ലെസ് ദാൻ ബി. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് യു എന്നുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഗാമ ഡോട്ട് ഡോട്ട് യു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഗാമ ഡോട്ട് എന്നും, അതുപോലെ തന്നെ ക്യൂ മൈനസ് പി എന്നുള്ള വെക്ടറാണ് ഉദ്ദേശിക്കുന്നത്, അത് ഡോട്ട് യു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റർലേറ്റ് ടു ബി നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ഡി ടി. ഈ ഒരു റിസൾട്ടിൽ യുവിന് പകരം ക്യൂ മൈനസ് പി ഡിവൈഡഡ് ബൈ നോം ഓഫ് ക്യൂ മൈനസ് പി എന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു യൂണിറ്റ് വെക്ടറാണ്. ആ റിസൾട്ട് യൂസ് ചെയ്ത് ക്യൂവും പിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ആർക്ക് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആ ടൈമിൽ പറയാം. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാം. യു എന്നുള്ള ഇനി യൂണിറ്റ് വെക്റ്റർ നമുക്കറിയാം. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്നുള്ളത് ഈക്വൽ ടു നോം എ ഇൻറ്റു നോം ബി ഇൻറ്റു കോസ് തീറ്റ വേർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. കോസ് തീറ്റ എന്നുള്ളത് -1 1 ഇടയിലുള്ളതാണ്. അതിൻ്റെ മാക്സിമം വാല്യൂ 1 ആയതുകൊണ്ട് വെക്റ്റർ എ ഡോട്ട് ബി എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു നോം ബി. സോ ഗാമ ഡോട്ട് ഡോട്ട് യു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഗാമ ഡോട്ട് ഇൻറ്റു നോം ഓഫ് യു. യു എന്നുള്ള യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് നോം ഓഫ് യു എന്നുള്ളത് 1 ആയിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് ഗാമ ഡോട്ട്, അതായത് ഗാമ ഡോട്ട് ഡോട്ട് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഗാമ ഡോട്ട്. സോ interrelate to be gamma dot dot u dt less than or equal to interrelate to be norm of gamma dot dt. അതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. അതുപോലെ d by dt ഓഫ് ഗാമ ഡോട്ട് യു എന്നുള്ളത് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള റിസൾട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. d by dt ഓഫ് എ ഡോട്ട് ബി എന്നുള്ളത് ഈക്വൽ ടു ഡി എ ബൈ ഡി ടി ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ഡി ബി ബൈ ഡി ടി. ആ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡോട്ട് ഡോട്ട് യു പ്ലസ് യു ഡോട്ട് ഡോട്ട് ആർ. യു എന്നുള്ളത് കോൺസ്റ്റൻറ്റ് വെക്ടർ ആയതുകൊണ്ട് യു ഡോട്ട് എന്നുള്ളത് 0 ആയിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡോട്ട് ഡോട്ട് യു, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഗാമ ഡോട്ട് യു ഈക്വൽ ടു ഗാമ ഡോട്ട് ഡോട്ട് യു. സോ ഗാമ ഡോട്ട് ഡോട്ട് യുവിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഗാമ ഡോട്ട് യു. സോ അത് യൂസ് ചെയ്യുമ്പോൾ ഇൻ്റർലേറ്റ് ടു ബി ഗാമ ഡോട്ട് ഡോട്ട് യു ഡി ടി ഈക്വൽ ടു ഗാമ ഡോട്ട് യുവിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്താൽ മതി. കാരണം ഗാമ ഡോട്ട് ഡോട്ട് യുവിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഗാമ ഡോട്ട് യു. സോ അതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ യു ഡോട്ട് ഗാമ ഓഫ് ബി മൈനസ് ഗാമ ഓഫ് എ. ഗാമ ഓഫ് ബി എന്നുള്ളത് ക്യൂ ആണ്, ഗാമ ഓഫ് എ എന്നുള്ളത് പി ആണ്. സോ യു ഡോട്ട് ക്യൂ മൈനസ് പി. സോ നമുക്കിപ്പോൾ കിട്ടി ഇൻ്റർലേറ്റ് ടു ബി ഗാമ ഡോട്ട് ഡോട്ട് യു ഡി ടി ഈക്വൽ ടു യു ഡോട്ട് ക്യൂ മൈനസ് പി. ദെൻ ഇക്വേഷൻ 1ൽ ഇൻ്റർലേറ്റ് ടു ബി ഗാമ ഡോട്ട് ഡോട്ട് യു ഡി ടിക്ക് പകരം യു ഡോട്ട് ക്യൂ മൈനസ് പി എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ യു ഡോട്ട് ക്യൂ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റർലേറ്റ് ടു ബി നോം ഓഫ് ഗാമ ഡോട്ട് ഡി ടി. സോ ഇൻ പർട്ടിക്കുലർ അതിൽ യുവിന് പകരം ക്യൂ മൈനസ് പി ഡിവൈഡഡ് ബൈ നോം ഓഫ് ക്യൂ മൈനസ് പി, അത് യൂണിറ്റ് വെക്ടർ ആണ്. അത് റീപ്ലേസ് ചെയ്യുമ്പോൾ
ക്യൂ മൈനസ് പി ഡോട്ട് ക്യൂ മൈനസ് പി ഡിവൈഡഡ് ബൈ നോം ഓഫ് ക്യൂ മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റെ എൽ എ ടു ബി നോം ഓഫ് ഗാമ ഡോട്ട് ഡി ടി. അതായത് മുകളിലത്തെ എക്സ്പ്രഷൻ ക്യൂ മൈനസ് പി ഡോട്ട് ക്യൂ മൈനസ് പി എ ഡോട്ട് എന്നുള്ളത് നോം ഓഫ് എ സ്ക്വയർ ആണ്. സോ നോം ഓഫ് ക്യൂ മൈനസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ക്യൂ മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റെ എൽ എ ടു ബി നോം ഓഫ് ഗാമ ഡോട്ട് ഡി ടി, which implies norm of q minus p less than or equal to into L a to b norm of gamma dot dt. then ഇതിലെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ അതായത് നോം ഓഫ് ക്യൂ മൈനസ് പി എന്നുള്ളത് ക്യൂവും പിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളത് ഗാമ ഓഫ് എ തൊട്ട് ഗാമ ഓഫ് ബി വരെയുള്ള അതായത് പി തൊട്ട് ക്യൂ വരെയുള്ള ആ കർവിൻ്റെ ആർക്ക് ലെങ്ത് ആണ്. നമ്മളിവിടെ ഗാമ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിയിലൂടെയും ക്യൂയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ആർബിട്രറി കർവ് ആയിട്ടാണ്. സോ ആർബിട്രറി ആയിട്ട് പിയിലൂടെയും ക്യൂയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ പി തൊട്ട് ക്യൂ വരെയുള്ള ആ കർവിൻ്റെ ആർക്ക് ലെങ്ത്ത് മിനിമം നോം ഓഫ് ക്യൂ മൈനസ് പി അതായത് പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് ആയിരിക്കും. സോ ആർബിട്രറി ആയിട്ട് 2 പോയിൻറ്റ് പിയും ക്യൂവും ആർ എനിൽ എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് കർവ് എന്നുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്.